ജനങ്ങൾ ദുരിതത്തിലായ സമയത്ത് ഹെലികോപ്റ്റർ എടുത്ത് കറങ്ങി നടന്ന് പൊന്നാനിയിൽ പോയി വിരുന്നുണ്ട മുഖ്യമന്ത്രിയാണിപ്പോൾ കൈരളി കുത്തിത്തിരിപ്പ് നടത്തുന്നു പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരാണ്. മാത്രമല്ല കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് തന്നെ ആ നദികളിൽ ചെളിയടിഞ്ഞു കൂടുന്നു, അത് നീക്കം ചെയ്യാൻ അന്നത്തെ സർക്കാർ LDF സർക്കാർ ശ്രമം നടത്തിയപ്പോൾ അതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ VD സതീശനും കൂട്ടരുമാണിപ്പോൾ ചെളി അടിഞ്ഞു കൂടിയത് എത്രയും വേഗം നീക്കുമെന്ന് പറയുകയും ചെയ്ത്. അങ്ങനെ വിചിത്രമായ ന്യായങ്ങൾ, മാത്രമല്ല മറു ചോദ്യങ്ങൾ, ശരിയായ ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കും, ഇതൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ കാണുകയും ചെയ്തത്. ഏതായാലും ഇന്ന് വലിയ വിമർശനങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു. ഏതായാലും അവിടെ ഈ ദുരിതാശ്വാസ വെള്ളം കയറിയ വീടുകളിലുള്ളവർക്ക് 10,000 രൂപ നൽകുമെന്ന് ഒടുവിൽ പറയുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് മുമ്പ് പ്രളയം എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രവാദവും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നുണ്ട് പത്തനംതിട്ട. സുജു, നിരവധി തവണ സുജു ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് അവിടെ കൃത്യമായ ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് ബൂത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞല്ലോ എന്നൊരു 5 പ്രാവശ്യമെങ്കിലും ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ്. ഒടുവിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കൈരളി കുത്തിത്തിരിപ്പ് ചോദ്യമായി വരേണ്ടെന്നുള്ളത്. കൈരളി കുത്തിത്തിരിപ്പ് അല്ല, കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ സുജു? ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കോഴഞ്ചേരി നിർവാഹകം ബൂത്ത് പ്രസിഡന്റ് അലക്സം ജോർജ് തന്നെ ഇന്ന് പരസ്യമായി വീഡിയോ പുറത്തിറക്കി. ആ വീഡിയോ കൈരളി ന്യൂസ് എടുത്ത ബൈറ്റല്ല, പറയിപ്പിച്ചതല്ല, പകരം അവർ BJP വാദംഗം, അതായത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവർ ജനങ്ങൾ ഒന്നായി നിന്നുകൊണ്ട് അവരുടെ പരാതി ഉന്നയിച്ചാണ്. ആ പരാതി എന്താണ്? സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണ്, അവർ നിരവധി ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവിടേക്ക് വന്നില്ല, കുട്ടികളും പ്രായമുള്ളവരടക്കം അവിടെ ദുരിതത്തിൽ കഴിയുന്നു, ആ ആളുകൾക്ക് സഹായം വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ജോർജ് അലക്സ് ആവശ്യപ്പെട്ടത്. ചെട്ടുമുക്ക് ക്യാമ്പിൽ മറ്റൊരു സ്ത്രീ കരഞ്ഞുകൊണ്ടാണ് കൈരളി ന്യൂസിനോട് പ്രതികരണം നടത്തിയത്. ഈ വിഷയം ചോദിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തുടർച്ചയായി ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് നിർത്തൂ വേറെ ആൾ ചോദിക്കട്ടെ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ചോദ്യം ആവർത്തിക്കുമ്പോൾ പറയുന്നത് രാവിലെ ബൂത്ത് പ്രസിഡന്റ് വീട്ടിൽ പോയി മൈക്ക് വെച്ചെന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഒരു ജനങ്ങളുടെ പ്രതികരണത്തെപ്പറ്റി ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ച് സംസാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കൈരളി കുത്തിത്തിരിപ്പുമായി ഇറങ്ങേണ്ടതാണ്. എപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ പരിഹരിക്കുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ മുമ്പും പറഞ്ഞത്. PC വിഷ്ണു ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ ഇന്ന് 5ാം ദിവസമാണ് ദുരിതമുണ്ടായിട്ട്. 5 ദിവസം പിന്നിട്ടിട്ടും ഒരു പ്രദേശത്തേക്ക് സർക്കാർ സംവിധാനം തിരിഞ്ഞു നോക്കിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്ന സാഹചര്യമാണ്. ചെട്ടിമുക്ക് ക്യാമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ അമ്മമാർ കരയുവാണ്. ഒരു ബെഞ്ചിൽ കിടക്കാൻ പോലും സ്ഥലമില്ല, അവർക്ക് നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നില്ല, അവരുടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അവർ ക്യാമ്പിലേക്ക് എത്തിയവരാണ്. അവരാരും തെരുവിൽ കിടന്നുറങ്ങിയവരല്ല, സുരക്ഷിതമായ വീടുണ്ടായിരുന്നു, വീട്ടിൽ താമസിച്ചവരാണ്. അവർക്ക് അപ്രതീക്ഷിതമായി വന്ന മിന്നൽ പ്രളയത്തിലാണ് അവരുടെ വീട്ടിൽ ഉള്ള സർവ്വസാധനങ്ങളും നഷ്ടപ്പെടുന്നത്. അങ്ങനെ ക്യാമ്പിലേക്ക് എത്തിയവർക്ക് പഞ്ചായത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുമാണ് അവർ കൊടുത്ത് വളരെ പഴകിയ ഉപയോഗിക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ കൊണ്ടേ കൊടുക്കുന്നു. CPM നേതാവ് വീണ ജോർജ് എത്തിയാണ് അവർക്ക് വസ്ത്രം ഉറപ്പാക്കുന്ന. KP ഉദയഭാനു CPM സംസ്ഥാന കമ്മിറ്റി വസ്ത്രം കൊടുക്കുന്നു. ഇതിൽ രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തേക്ക് ഈ സർക്കാർ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെടുന്നു. ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് കൈരളി ന്യൂസിന് കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അതിനപ്പുറത്തേക്ക് വ്യക്തമായ മറുപടിയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിച്ചു, വീഴ്ച പറ്റിയെന്നുള്ള കാര്യത്തിൽ പറയുന്നില്ല. മാത്രമല്ല മുഖ്യമന്ത്രി ആവർത്തിച്ച് ന്യായീകരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നറിയിപ്പുകൾ കിട്ടിയത് വൈകിയെന്നാണ്. യഥാർത്ഥത്തിൽ ജൂലൈ 31 പകൽ ഈ മുന്നറിയിപ്പുകൾ ലഭിച്ചു എന്ന വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് പറയുന്നതും വീണ്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു, അത് നുണയാന്ന് പറയേണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ കാര്യത്തിലും പരിശോധിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രി 5ാം ദിവസം നടത്തിയ സന്ദർശനം, അതായത് ദുരിതബാധിതർ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന നാട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്ന ഏതാണ്ട് ഒരാഴ്ചക്കാലം എടുക്കുന്ന ഘട്ടത്തിലാണ് വലിയ ബുദ്ധിമുട്ടിൽ. ആ കാര്യത്തിൽ ചോദിക്കുമ്പോൾ സുജു, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വലിയ രസകരമായൊരു വാക്ക്, അതായത് ആ മുന്നൊരുക്കം നടത്തുന്നതിന് മുമ്പേ പ്രളയം എത്തിയെന്നാണ്. VD സതീശൻ സർക്കാർ കത്ത് കൊടുത്തിട്ടല്ലല്ലോ പ്രളയം ഇവിടെ എത്തുന്നത്. അതിന് മുന്നൊരുക്കം നടത്താനും ഏകോപനം നടത്താനും ആസൂത്രണത്തിനുമാണ് സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി സമ്മതിക്കുന്നതിലൂടെ വമ്പൻ പരാജയമാണ് ഈ സതീശൻ സർക്കാർ എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ്. പിന്നെ മാത്രമല്ല മറ്റൊരു വിഷയം, അവിടെയുള്ള നദികളിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിന് കാരണം ചെളിയടിഞ്ഞു കൂടിയതാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായി പറഞ്ഞതിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്ന് ഈ VD സതീശനൊപ്പം നിൽക്കുന്ന അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതിലേതോ അഴിമതിയാണെന്നുള്ളതാണ്. അതിനും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി ഇന്ന് മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും സിജു പറഞ്ഞ പോലെ അന്ന് പറഞ്ഞ മണൽ വാരി വിൽക്കാനുള്ള മാഫിയ പ്രവർത്തനമാണ് അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ആക്കുന്നത്. ഇനി സിജു പറഞ്ഞതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സിജു ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് ഇവരുടെ പാളിച്ച, അതായത് ഈ പ്രളയം വന്നത് പെട്ടെന്നാണ് പറയുന്നത്. അതിതീവ്ര മഴ പെട്ടെന്ന് വന്നത് പറയുമ്പോഴും നമുക്കറിയാം 2018 ശേഷം സംസ്ഥാനത്ത് എല്ലാ കാലത്തും
പ്രളയമുണ്ടാകുന്നുണ്ട്, മഴയുണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും ഏകോപന യോഗം ചേരും, ക്യാമ്പ് കണ്ടെത്തും, ക്യാമ്പുകൾക്ക് വേണ്ടി സജ്ജീകരണം കണ്ടെത്തും, വെള്ളം അതായത് മണ്ണിടിച്ച സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തും, മുന്നൊരുക്കങ്ങൾ എടുക്കും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ബൈറ്റ് നമ്മൾ വീണ്ടും പ്ലേ ചെയ്താൽ കാണാവുന്ന പ്രധാനപ്പെട്ട ഒരു വീഴ്ചയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ക്യാമ്പിലേക്ക് 150-ലധികം പേരെ പാർപ്പിക്കില്ല. ഇപ്പോൾ ക്യാമ്പിൽ ധാരാളം ആളുകൾ എത്തിയത് പെട്ടെന്നുണ്ടായ ഒരു ദുരിതമായതുകൊണ്ട് ആളുകൾ കൂടിപ്പോയി. അതുകൊണ്ട് ഇനി ക്യാമ്പ് 150 പേരിൽ കൂടുതലുള്ള ക്യാമ്പ് 2 ആക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അപ്പൊ മുഖ്യമന്ത്രിയെ സമ്മതിക്കുന്നു ക്യാമ്പുകളിലെ ആളുകളുടെ എണ്ണം കൂടിപ്പോയി, അത് പെട്ടെന്നുണ്ടായ പ്രശ്നമെന്ന്. അതെങ്ങനെയാണ് പെട്ടെന്നുണ്ടായെന്ന് മനസ്സിലാകാത്ത കാരണം പ്രളയവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അലേർട്ടുകൾ വരുമ്പോൾ തന്നെ ക്യാമ്പുകൾ സജ്ജമാക്കി വെക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ശരി സുജു ആണ്. ഏതായാലും മുഖ്യമന്ത്രി 5 ദിവസത്തിന് ശേഷം പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ വായിച്ചെടുക്കുന്നു. 1, ഒരു മുന്നൊരുക്കം നടത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. 2, ആ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല. 3-ാമത്തെ കാര്യം, ആ ക്യാമ്പുകളിലെത്തിയ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും സതീശൻ സർക്കാരിന് കഴിഞ്ഞില്ല. അവരിപ്പോഴും പട്ടിണിയിലാണ്. അതുകൊണ്ടാണ് പല ജില്ലകളിൽ നിന്ന് പല വനിതകൾ, വൃദ്ധകൾ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ തന്നെ ആയിരുന്നു മെച്ചം, പിണറായി വിജയൻ തന്നെയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ്. ഏതായാലും വി.ഡി. സതീശൻ ഇന്നത്തെ വാക്കുകളിലൂടെ അത് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ്. കൈരളിയുടെ കുത്തിത്തിരിപ്പില്ല, കോൺഗ്രസ്സുകാർക്ക് വരെ പറയേണ്ടി വരുന്നുണ്ട് ഈ സർക്കാർ പരാജയമാണ് എന്നുള്ള കാര്യം.